കഴിഞ്ഞ ദിവസം മരിച്ച എടവക വീട്ടിച്ചാലൂരിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് പട്ടികവർഗ വകുപ്പ് ആംബുലൻസ് അനുവദിക്കാത്തതിനാൽ ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. സംഭവം വിവാദമായതോടെ ST പ്രൊമോട്ടറെ ബലിയാടാക്കി മുഖം രക്ഷിക്കുകയായിരുന്നു സർക്കാർ. ST പ്രൊമോട്ടർ മഹേഷ് കുമാറിനെയാണ് പിരിച്ചുവിട്ട് മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഉത്തരവിട്ടത്. തന്റെ ഭാഗം കേൾക്കാതെയാണ് നടപടി കൈക്കൊണ്ടതെന്ന് മഹേഷ് പറഞ്ഞു. ഞാൻ അവിടെ ഓഫീസിൽ എത്തുന്നതിന് മുന്നേ ഇവർ എനിക്ക് ട്രാൻസ്ഫർ കൈ തന്നിരുന്നു, SMSലാക്കിയിരുന്നു. എന്നിട്ട് അതിനുശേഷം ഞാൻ എൻ്റെ ഭാഗത്തുള്ളൊരു മറുപടി പറഞ്ഞതിന് ശേഷമാണ് സാറ് പറയുന്നത് എൻ്റെ ഓർഡർ ഞാൻ മേലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതൊരു നടപടിക്ക് വരുന്ന കാര്യമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ പൊതുപ്രവർത്തനത്തിനു വേണ്ടി ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു വഴിയാണ്. ട്രൈബൽ പ്രൊമോട്ടർക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെ ST പ്രൊമോട്ടർമാരുടെ നേതൃത്വത്തിൽ എടവക പഞ്ചായത്തിന് മുൻപിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. പ്രൊമോട്ടറെ തിരിച്ചെടുക്കുന്നതുവരെ സമരവുമായി മുൻപോട്ട് പോകാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. കുറച്ച് നേരത്തെ നമുക്ക് വന്ന നോട്ടിഫിക്കേഷനിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായ മഹേഷിനെ പിരിച്ചുവിട്ടതായിട്ടാണ് കാണുന്നത്. കൂടുതലായിട്ടൊന്നുമില്ല, മിസ്റ്റേക്സ് ഉണ്ട്, ഇല്ലയെന്നല്ല, ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. വീഴ്ചകൾ എല്ലാവർക്കും വരുന്ന കാര്യം തന്നെയാണ്. ഈ പിരിച്ചുവിട്ട നടപടി മാറ്റിയിട്ട് ഓന് ചെറിയൊരു തെറ്റ് വന്നതിന് ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കുക, അതിന് നമ്മൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ പിരിച്ചുവിടാൻ പറ്റില്ല. അവനെടുക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ മരണപ്പെട്ടിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊരു ദുഃഖമുള്ള കാര്യം തന്നെ. ഞങ്ങൾ ആരും തന്നെ അനാദരവ് കാണിച്ചവർ അവരെ വേറൊരു രാഷ്ട്രീയ ഗൂഢലക്ഷ്യം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രൊമോട്ടറെ തിരിച്ചെടുക്കുന്നവരെ ഞങ്ങളുടെ 6 പഞ്ചായത്തും ഒരു നഗരസഭയാണ് മാനന്തവാടി താലൂക്കിന് കീഴിൽ. അതിൽ 5 TOമാർ 133 പ്രൊമോട്ടേഴ്സ് ഇതിൽ ശക്തമായിട്ട് ഇടപെടുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ പഞ്ചായത്തിൻ്റെ പ്രതിനിധികളും നഗരസഭയിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൊമോട്ടറെ തിരിച്ചെടുക്കുന്നവരെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തും. അതേസമയം ആദിവാസി വയോധികയുടെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും ST പ്രൊമോട്ടറെ മാത്രം ബലിയാടാക്കി രക്ഷപ്പെടാനാവില്ലെന്നും എടവക പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ സമരം നടത്തുന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിലല്ല സമരം നടത്തേണ്ടത്, മറിച്ച് അവരെ നിയമിക്കുന്നതും അവരെ പിരിച്ചുവിടുന്നതും സർക്കാരാണ്, അല്ലാതെ പഞ്ചായത്തല്ല. പഞ്ചായത്തിന് അവരെ നിയമിക്കാനോ അവരെ പിരിച്ചുവിടാനോ പഞ്ചായത്തിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവർ സമരം ചെയ്യേണ്ടത് സർക്കാരിനെതിരെയാണ് ചെയ്യേണ്ടത്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് അവർ ചെയ്യേണ്ടത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കാൻ പ്രോജക്ട് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് TDOയുടെ പ്രതികരണം. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.